നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. എനിക്ക് വേണ്ട പണി ഞാൻ രാജിവെക്കാൻ പോകും. എന്താന്ന് വെച്ചാൽ താനോട് കാണിക്കണോ? തന്നെ പോലെയുള്ളവന്മാരുടെ കീഴിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ഭേദമുണ്ടല്ലോ. പളനിയിലോ തിരുപ്പതിയിലോ പോയിട്ട് ഇങ്ങനെ വടിക്കാനിരിക്കുന്നതാണോ? അപ്പൊ കേട്ടത് നേരല്ലേ? ഇയാൾക്ക് മുഴുവൻ ഭ്രാന്ത. ഒരു കാരണവശാലും ഇയാളെ റിസൈൻ ചെയ്യാൻ അനുവദിക്കരുത്. അതിനുമുമ്പ് നമ്മൾ ടെർമിനേറ്റ് ചെയ്യണം. സർ. ഓക്കെ. സുരേഷ് എന്താ ഈ പറയുന്നത്? റിസൈൻ ചെയ്തെന്നോ? അതിനു മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായേ? ഓ ഗോഡ്. എന്നിട്ട് ഞാൻ കേട്ടത് നേരാണോ? നീ കേട്ടതൊക്കെ എന്താന്ന് ഞാനിങ്ങനെ അറിയുന്നേ? ദേ, പുറത്ത് കാണിക്കുന്ന മുട്ടാപ്പോക്കും ചട്ടമ്പിത്തരോ ഇവിടെ വേണ്ട. ശ്രീനി ജോലി റിസൈൻ ചെയ്തോ? ചെയ്തു. എന്തിന്? എനിക്ക് സൗകര്യം ഉണ്ടായിട്ടു. എന്താ ഇനി അതിന് നിന്റെ അനുവാദം വേണം? ഉറക്കമുളച്ചതും പഠിച്ചു പരീക്ഷ എഴുതി IAS എടുത്തതും ഞാനാ. അപ്പൊ അത് ഉപേക്ഷിക്കുമ്പോഴേ എനിക്കൊരാളുടെ അനുവാദത്തിന്റെ ആവശ്യമില്ല. ഉറക്കം ഇളക്കാനും പഠിക്കാനും പരീക്ഷ എഴുതാനും IAS എടുക്കാനും കൂടെ നിന്ന് എല്ലാ പിന്തുണയും തരാൻ നിങ്ങൾക്കൊരു ഭാര്യ ഉണ്ടായിരുന്നു. അതും നിങ്ങളെക്കാൾ 1 വർഷം മുമ്പ് IAS പാസ്സായ ഒരു ഭാര്യ. നിങ്ങളുടെ ഈ പദവിക്ക് പിന്നില് എന്റെയും ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. അപ്പൊ പിന്നെ സ്വാഭാവികമായും ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോ എന്നോട് കൂടി ആലോചിക്കണമായിരുന്നു. പറഞ്ഞില്ലേ എനിക്ക് സൗകര്യപ്പെടില്ല. എത്ര നിസ്സാരമായിട്ടാ നിങ്ങൾ ഇത് പറഞ്ഞത്? പഠിച്ചതിന്റെയും പരീക്ഷ എഴുതിയതിന്റെയും കഷ്ടപ്പാടുകളെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ സെന്റിമെന്റ്സ് പറഞ്ഞില്ലേ? അങ്ങനെ ഉള്ളിൽ തട്ടി എന്തെങ്കിലും ഒരു ചിന്ത നിങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ ഏതോ ഒരു മന്ത്രിയോട് വാശി തീർക്കാൻ നിങ്ങൾ ഇത് ഇത്ര ഈസി ആയിട്ട് വലിച്ചെറിയുമായിരുന്നോ? ഏതോ ഒരു മന്ത്രിയോടല്ല, വകുപ്പ് മന്ത്രിയോടാ ഞാൻ പ്രതികാരം ചെയ്തത്. കഷ്ടം. ഈ വകുപ്പ് മന്ത്രി അടുത്ത തെരഞ്ഞെടുപ്പ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞാലും ശ്രീനി ആ കസേരയിൽ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞാലല്ലേ? അതുവരെ അയാളുടെ ആട്ടും തുപ്പും കൊണ്ട് ജീവിക്കാൻ വേറെ ആളെ നോക്കണം. വേറെ ആളെ അവര് നോക്കിക്കോളൂ. ഇനി ഏതായാലും രാജിവെച്ചല്ലോ. നീ എന്താ എന്നെ കളിയാക്കാണോ? ആ, അത് കേട്ടാ തിരിച്ചറിയാനുള്ള മിനിമം സെൻസ് ഇപ്പോഴുണ്ടല്ലോ. ഭാഗ്യം. ഞാൻ കരുതി കള്ളു കുടിച്ച് അതും കളഞ്ഞൂന്ന്. വേണ്ട. അങ്ങാടിയിൽ തോറ്റതിന്റെ പ്രതികാരം അവിടെ തന്നെ മതി. നല്ല കാഴ്ച. ഇനിയും പ്രത്യേകം വിശദീകരണത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഈ കാഴ്ചയിലുണ്ടല്ലോ ഞാൻ കേട്ടതിന്റെ സത്യം. പലതും ഞാൻ കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു ഭ്രാന്തിതാദ്യോ. ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് ശ്രീനിക്ക് എന്നോടെങ്കിലും ഒന്ന് ആലോചിക്കാമായിരുന്നില്ലേ? ഓഹോ, അത് ശരി. അപ്പൊ ഇനിയുണ്ട് അവകാശികളല്ലേ? എന്റെ സ്വാതന്ത്ര്യത്തെ ചങ്ങലക്കിടാനുള്ള അവകാശം ഞാൻ ആർക്കും പതിച്ചു കൊടുത്തിട്ടില്ല. അവകാശം ചോദിച്ചു വന്നതൊന്നും അല്ല ഞാൻ. അവിവേകം കാണിക്കരുതെന്ന് ഉപദേശിക്കാൻ വന്നതാ. വിവേകമായാലും അവിവേകമായാലും എന്റെ രാജിയുടെ കാര്യമാണ് നാഥൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞല്ലോ. ഇനി അതിനെപ്പറ്റി ഒരു ചർച്ച ആവശ്യമില്ല. താനൊരു റിസൈൻ ലെറ്റർ കൊടുത്തു എന്നല്ലേ ഉള്ളൂ. മിനിസ്റ്ററോട് ഒരു ചെറിയ സോറി പറഞ്ഞ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഞാൻ പറയില്ല. എനിക്ക് വേണ്ടി താൻ പറയോ? പറയാം. വേണമെങ്കിൽ അയാളുടെ കാല് പിടിച്ച് ഞാൻ പറയാം. പക്ഷേ അയാൾക്ക് വേണ്ടത് എന്റെ സോറി അല്ലല്ലോ. ദയവ് ചെയ്ത് ശ്രീനി എതിരൊന്നും പറയരുത്. അതിനുള്ള വഴിയും കണ്ടുവച്ചിട്ടാണ് ഞാൻ വരുന്നത്. എന്തു വഴി? ജയേഷ് പ്ലാവിളൈ, യൂത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ്, മിനിസ്റ്ററുടെ ഏറ്റവും അടുത്ത ഇഷ്ടക്കാരൻ. അയാൾ പറഞ്ഞാൽ മന്ത്രി എന്തും കേൾക്കും. എല്ലാം ഞാൻ സംസാരിച്ച് സെറ്റാക്കി വച്ചിട്ടുണ്ട്.
കാശ് കൊടുത്താൽ ജയേഷ് എങ്ങനെയും വളയും. ദേ, ശ്രീനി ഒന്നും അറിയണ്ട. എല്ലാം ഞാൻ രഹസ്യമായി കൈകാര്യം ചെയ്തോളാം. താനൊന്ന് അവിടം വരെ വന്ന് അയാളുടെ മുഖത്ത് നോക്കി സോറി എന്ന് പറഞ്ഞാൽ മാത്രം മതി. അവിടെ തീർന്നു പ്രശ്നം. അവിടെ തീരുന്നില്ല പ്രശ്നം. കൈക്കൂലി കൊടുക്കാനും മാപ്പ് പറയാനും താൻ തന്നെ പോയാൽ മതി. പക്ഷേ അതെന്നെ തിരിച്ചെടുക്കുന്ന കാര്യത്തിനാവരുത്. തനിക്ക് ആവശ്യമുള്ള മറ്റെന്തെങ്കിലും കാര്യത്തിനാവാം. ശ്രീനി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. തൽക്കാലം എനിക്ക് താല്പര്യമില്ല. താൻ പറയുന്നത് കേൾക്കാൻ മാത്രമല്ല, ഈ ഭൂമിയിൽ ആരു പറയുന്നത് കേൾക്കാനും. ശ്രീനി, ഒരിക്കൽ കൂടി ഇനി ഈ പടി ചവിട്ടില്ല എന്ന് കഴിഞ്ഞ തവണ വന്നപ്പോ പ്രതിജ്ഞ എടുത്തിട്ടാ പോയത്. പിന്നെ ഈ നാണം കെട്ട് കയറി വന്നത് നിങ്ങൾ രണ്ടുപേരോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ല. കുടുംബത്തില് 2 സിവിൽ സർവീസുകാരുണ്ടെന്ന മേനി പറച്ചിൽ അവസാനിക്കുമല്ലോ എന്നോർത്ത സങ്കടം കൊണ്ടാ. സാരമില്ല, ഞാൻ സങ്കടപ്പെട്ടോളാം. ഞങ്ങളുടെ കുടുംബകാര്യത്തില് സ്വാമിയേട്ടൻ ഇടപെടണ്ട, ഇറങ്ങിപ്പോകുമെന്ന് നീ പറയുന്നതിന് മുമ്പ് ഏട്ടനങ്ങ് പൊക്കോളാം. പക്ഷെ മായി, നീ ഒന്ന് ചിന്തിക്കണം. ഭർത്താവും മക്കളും ഒക്കെ ഇന്നലെ ഉണ്ടായ ബന്ധമാണ്. ഈ ഭൂമിയില് നിനക്ക് കൂടപ്പുറപ്പായിട്ട് ഈ ഞാൻ മാത്രമേ ഉള്ളൂ. നാളെ നിനക്കൊരാവശ്യം വരുമ്പോഴും ഞാനേ കാണൂ. സസ്പെൻഷനിലായ ഒരു പോലീസ് ഓഫീസറായിട്ടല്ല ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നേ. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനായിട്ടാ. അച്ഛനറിയില്ല അവന്റെ തിരോധാനം എന്റെ കുടുംബജീവിതത്തെ പോലും എത്രമാത്രം ബാധിച്ചു എന്ന്. എന്റെ ഭാര്യ, അവളുടെ മുത്തശ്ശി ഉൾപ്പെടെ എത്ര തവണ എന്നെ തള്ളിപ്പറഞ്ഞു. മനസ്സറിയാത്ത കാര്യങ്ങൾക്ക് എന്നെ തെറ്റിദ്ധരിച്ചു. അവനെ കണ്ടുപിടിച്ച് തിരികെ എത്തിച്ച് സസ്പെൻഷൻ പിൻവലിച്ച് സർവീസിൽ കയറാനുള്ള അത്യാഗ്രഹം കൊണ്ടല്ല ഞാനിപ്പോ അച്ഛനെ കാണാൻ വന്നത്. അവനെ തിരികെ എത്തിച്ച് എന്റെ കുടുംബജീവിതത്തിന്റെ കൈവിട്ടുപോയ താളം തിരികെ പിടിക്കാനാ.